പലപ്പോഴും സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമാണ്, അതായത് വിചാരിച്ച പോലെ പോർഷൻസ് നീങ്ങുന്നില്ല. ചിലപ്പോൾ ഒരു ചാപ്റ്റർ വെച്ചിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ റീസൺ എന്താണ്? ഞാൻ ഒരു എക്സാമ്പിളിലൂടെ പറയാം. നമ്മളൊരു റണ്ണിങ് റേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എയിം ഉണ്ട്, അതായത് ആ ഒരു ഏരിയയിൽ ആദ്യം നമുക്ക് എത്തണം. ആ ഒരു ഇൻറ്റൻഷൻ നമ്മുടെ ബ്രെയിനിലുള്ളത് കൊണ്ടാണ് അത്രയും സ്പീഡിൽ നമുക്ക് ഓടാൻ പറ്റുന്നത്. പലപ്പോഴും പഠിക്കുമ്പോൾ പല കുട്ടികൾക്കും ഇങ്ങനെ ഒരു ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ ഇല്ലാത്തതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാരണം. ഈ ഒരു ദിവസം ഇത്ര പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്ന് ബ്രെയിനിന് എപ്പോഴും നമ്മൾ കമാൻഡ് കൊടുക്കുക. അങ്ങനെ ഒരു കമാൻഡ് ഉണ്ടെങ്കിലാണ്, അതായത് ഒരു ഡെഡ് ലൈൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സ്പീഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പം എക്സാമിന് മുൻപുള്ള സ്റ്റഡി ലീവിന് പഠിക്കുന്നതിൻ്റെ ഒരു സ്പീഡും നിങ്ങൾ എക്സാമിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റഡി ലീവിന് പഠിക്കുന്ന സ്പീഡും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. എക്സാമിന് ഇടയ്ക്കുള്ള സ്റ്റഡി ലീവിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും. കാരണം നമുക്കൊരു പേടിയുണ്ട്, നാളെയാണ് എക്സാം, അതിനുള്ളിൽ ഇത്രയും പോർഷൻ തീർക്കണം. മറ്റതെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റഡി ലീവിന് നമുക്ക് വിചാരം ഒരു മാസം സമയമുണ്ട്. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ സ്ലോ ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ എപ്പോഴും പഠിക്കുമ്പോൾ നിങ്ങൾക്കൊരു ടൈം ടേബിൾ വേണം. ഓരോ ദിവസം എത്ര പോർഷൻ തീർക്കണം എന്നുള്ള ഡെഡ് ലൈൻ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഇൻ കേസ് നിങ്ങൾ അങ്ങനെ ഒരു ഡെഡ് ലൈൻ ഇട്ടിട്ടും നിങ്ങളുടെ പോർഷൻ തീർന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട. പിറ്റേ ദിവസത്തെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നിങ്ങൾ ആ പോർഷൻ തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തീർക്കണതിൻ്റെ കുറച്ചുകൂടെ ഫാസ്റ്റർ റേറ്റിൽ നിങ്ങളുടെ പോർഷൻസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയാൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.